പരിപാടികളെ ചുരുക്കിയാലേ കുറച്ചിരി ഈ കുടുംബത്തിലേക്ക് തന്നെയാണ് അടിയൻ. കേട്ടോ കണിയാരെ, എന്തോ എന്റെ കണ്ണടയുന്നത് വരെ ഇതിനു മുൻപ് നടന്നതുപോലൊക്കെ തന്നെ നടക്കണം. അടിയൻ പാഠകം ഇത്തവണ വേണ്ടെന്നാ, ഡാൻസ് ആയാലും എന്താണെന്ന് ആ മാധവ കുഞ്ഞിന്റെ അഭിപ്രായം. അടിയൻ എന്ത് കുന്തം വേണമെങ്കിലും വെക്കും. മാങ്കാവിലമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും മുടക്കരുത്. ചേട്ടാ, നമുക്ക് ഈ പ്രാവശ്യം പങ്കജവല്ലിയുടെ കഥാപ്രസംഗം വെച്ചാൽ എന്താ? അവർക്കെല്ലാം ഒരുപാട് പണം കൊടുക്കണം. അല്ലേ, പങ്കജവല്ലിയുടെ ഭർത്താവ് നാലുകുട്ടന്റെ ആശാൻ അടിയന്റെ ഒരു വലിയ ഇഷ്ടക്കാരനാണ്. ചുളിവി പറഞ്ഞ് കാര്യമൊക്കെ നടത്താറ്. കുഞ്ഞും വന്നല്ലോ, ഇവിടെ ഉത്സവ പരിപാടികളെല്ലാം ഒന്ന് എഴുതി നോക്കുകയായിരുന്നു അടിയൻ. കൊച്ചിരാഘവ, കാലത്തെ കേടുനായർ ഇവിടെ വന്നിരുന്നു. ആധാരത്തിന്റെ പകർപ്പ് സ്വാമി എഴുതി കൊടുത്തയച്ചിട്ടുണ്ട്. ഈ വസ്തു കൂടി കൊള്ളിച്ചിട്ടാണല്ലോ കഴിഞ്ഞവണ നമ്മൾ നോട്ടെഴുതി കൊടുത്തത്. ഇപ്രാവശ്യം നമ്മുടെ ഉത്സവം നടത്താനുള്ള പണം കൂടി സ്വാമി തരുമ്പോ നമുക്ക് നിലം തീരെഴുതി കൊടുത്തേ. സ്വാമി വലിയ ഔദാര്യമാണല്ലോ നമ്മളോട് കാണിക്കുന്നത്. അങ്ങേർക്ക് അംഗപ്പെട്ട മനുഷ്യനല്ലയോ അടിയൻ. എന്നാൽ ഇത്തവണ സ്വാമിയുടെ സഹായം ഒന്നും ആവശ്യമില്ലെന്നാണ് എന്റെ തീരുമാനം. ഇനി ഈ തറവാട്ടിൽ നിന്ന് വസ്തു എഴുതി കൊടുത്ത് ഉത്സവം നടത്തുന്നില്ല അമ്മേ. അപ്പൊ ഇന്നലെ നമ്മൾ തീരുമാനിച്ചതോ? തീരുമാനിച്ചത് നമ്മളല്ലേ, നമുക്ക് തിരുത്താം. നീ എന്തായി പറയുന്നത്? അവളുടെ തലേണ മന്ത്രം കേട്ട് ഉത്സവം നടത്തണ്ടെന്ന് വരെയാ എലിയോടാ. അമ്മേ, ഈ കുടുംബം നശിക്കാതെ നോക്കേണ്ട ഏറ്റവും ചുമതല അമ്മയ്ക്കാണ്. അമ്മ അത് ചെയ്തില്ല, അവളത് ചൂണ്ടിക്കാണിച്ചതാണ് തെറ്റ്. പെൺചൊല്ലി കേൾക്കുന്നവന് പെരുവഴിയാ. ഉത്സവം നടത്തിയില്ലെങ്കിൽ ഈ തറവാടിന് ഒന്നും നഷ്ടപ്പെട്ടില്ല അമ്മേ. നാട്ടുകാര് കളിയാക്കുകയല്ലേ. നാട്ടുകാര് നടത്തിയിട്ടുള്ള ഉത്സവം വീതത്തിൽ 10 രൂപ കൂടുതൽ ഞാൻ കൊടുത്തേക്കാം. അത് മതിയേ. ചേട്ടാ, ഇതിനേക്കാൾ ഭേദം ഒരു പിച്ചാത്തിയിൽ തന്നെ ചങ്കിൽ കുത്തുകയായിരുന്നു. മാധവൻകുട്ടി, ഉത്സവത്തിന്റെ പേരിൽ ഇതുവരെ നമ്മൾ തമ്മിൽ കത്തിച്ച് കുത്തുകയായിരുന്നു. മേലാൽ അത് ആവർത്തിക്കാൻ പാടില്ല. എടോ, കേളുന്നവരോട് പറഞ്ഞേക്ക്, സ്വാമി അറിയിച്ചേക്കാൻ ഞാൻ നില വെക്കുന്നില്ല. വലിയ കാര്യത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയല്ലോ, ഇപ്പോഴെന്തായി? പോകുന്നുണ്ട് മുമ്പിൽ നിന്ന്. ഇതെന്തൊരു പാട്. അങ്ങാടി തോറ്റാൻ അമ്മയുടെ നേരെ പറഞ്ഞ പോലെയാണല്ലോ ഇത്. മനപ്രയാസം ഉണ്ടാകാതിരിക്കുവോ? ഞാനാണെങ്കിൽ മാങ്കാവ് ഉത്സവം നടക്കും, ഇല്ലെങ്കിൽ നടത്തും. சொத்து ഞങ്ങൾക്ക് രണ്ടുപേർക്കും உள்ளதല്ലേ சாமி. இருந்தாலும் உடமஸ்தாவாசம் உங்க பிரதர் பேர்ல தானே இருக்கு. அப்படி இருக்கும் பொழுது சாமி விசாரிச்சால் அது நடக்கும். என்ன மிஸ்டர் இப்படி பேசுறேன்? ஹவ் இஸ் இட் பாசிபிள்? அது எப்படி நடக்குங்கிற நான் சாமி, നാളെ ഒരു കാലത്ത് ഈ വസ്തുക്കളെല്ലാം വിൽക്കുമ്പോ അതിന്റെ വിലയിൽ പകുതി എനിക്കും അവകാശപ്പെട്ടതല്ലേ. ആ നിലയ്ക്ക് സ്വാമി ഭയപ്പെടുന്നത് എന്തിന്? போன வருஷம் அந்த கோகனட் ப்ராப்பர்ட்டி லேண்ட் மார்கேஜ் பண்ணி வாங்கின பணம் வட்டியுமா சேர்த்து இப்பவே நல்ல ஒரு அமௌண்ட் வந்திருக்கு. டோன்ட் மிஸ் அண்டர்ஸ்டாண்ட் மீ, தப்பா நினைச்சுக்காதீங்க. இப்போ நீங்க 2 பிரதேசமா சேர்ந்து டாக்குமெண்ட் தரலன்னா ஐ வில் பி புட் இன்டு ஹாட் வாட்டர்ஸ். அவ்வளவுதான். அப்ப பറ്റില്ലെന്നാണോ സ്വാമി പറയുന്നത്? அப்படி சொல்லையா மாதங்குட்டி. ஐ மஸ்ட் கெட் தி கன்சென்ட் ஆஃப் யுவர் பிரதர். அதான் அப்படியே பிரதர்ட்ட ஒரு வார்த்தை கேட்கணுங்கிறேன் நான். அவ்வளவுதான். കേളുന്നേരെ, വസ്തു ഞാൻ കടപ്പെടുത്തിയാ പോരെന്നാ സ്വാമി പറയുന്നത്. എന്നാ താനൊന്ന് പറയൂ. അയ്യോ, ഞാൻ എന്തോ പറയാനാ? വല്ല പഴുതുണ്ടെങ്കിൽ സ്വാമി ശരിപ്പെടുത്തി കൈ തരാതിരിക്കുമോ? ப்ராப்பர்ட்டிஸ் எல்லாம் அவங்க 2 பேர் கையில தானே இருக்கு. தென் வை டு யூ வரி? இன்னைக்கு இல்லைன்னா நாளைக்கு பங்கு வச்சு தானே ஆகணும். யூ ஆஸ்க் ஃபார் யுவர் பங்கு. ഭാഗം ചോദിക്കാൻ. ஆமா കുഞ്ഞെ, അതൊരു നല്ല കാര്യമാണ്. ഈ മൂച്ചിൽ പിടിച്ച കാര്യം അങ്ങ് നടക്കും. കുഞ്ഞിന്റെ വീതം ഇങ്ങനെ തരാൻ പറയണം. പ്രായം കഴിക്കിട്ടേ പിന്നെ ഇഷ്ടംപോലെ കാശായില്ലയോ? ചേട്ടൻ സമ്മതിക്കും? വയനാട് ஏன் சம்மதிக்க மாட்டார்? பிடிச்ச வடியில வாங்கினா அவ்வளவுதான். കുഞ്ഞൊന്ന് ചൂടാകാമോ? കാര്യം അങ്ങ് നടക്കും. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ കേളു, പോന്ന കാര്യം എന്നാച്ച്? പോന കാര്യം വടികുത്തി പിരിഞ്ചാച്ചി. രാഹോക്കുറിപ്പ് വസ്തു വിൽക്കുന്നില്ലെന്ന്, കടപ്പെടുത്തിയ വസ്തു തന്നെ മടക്കി എടുക്കണമെന്നാ പുള്ളിക്കാരന്റെ പ്ലാൻ. அது எப்படி முடியும் கேளு? வாங்கின பணமும் வட்டியுமா சேர்த்து இப்பவே நல்ல ஒரு அமௌண்ட் வந்திருக்கே. അതാ ഞാനും പറയുന്ന സ്വാമി, ഇത് വല്ലതും നടക്കാൻ പോകുന്നോ? വാങ്ങിന പണവും പട്ടിയും മടക്കി തരാനും പോകുന്നില്ല. 10 സ്വാമിയുടെ കയ്യിൽ വിരിക്കും. அவ பணத்துக்கு கொஞ்சம் நெருக்கமா இருக்கிற நேரமா பார்த்து ஒரு கேஸ் போட்டு விடலாம்னு தான் நான் இருக்கேன். ഓ, സ്വാമിയുടെ ഒരു തല. என்னம்மா அகிலாண்டா, பசிக்கலையோ? மணி நாச்சு தெரியுறதோ? நான் என்ன செய்யறது அகிலாண்டா? நீ பக்கத்துல இருந்தா எனக்கு பசிக்கவே மாட்டேங்கிறது. வெக்கமா இல்லையே, புது மாப்பிள மாதிரி பேசிட்டு. எனக்கு என்ன வெக்கம்? நான் இன்னைக்கும் புது மாப்பிளதான். இல்லையா கேளு? கேளு, இப்போதான் நம்ம வீட்டு பாகியலட்சுமி. അതൊരു പറയാറുണ്ടോ സ്വാമി? Correct. ഈ അമ്മ എവിടെ ഇരുന്നാലും അവിടേക്ക് നിറഞ്ഞിരിക്കും. അമ്മയാണെന്ന് പറയുന്നത് തന്നെ അവന് കുറച്ചിലായിട്ടായിരിക്കുന്നു. എടി ശാരദേ, ചേട്ടൻ വരുമ്പോ പറഞ്ഞേക്കണം ഞാൻ ഓഹരി ചോദിച്ചെന്ന്. അയ്യോ, ഞാൻ പറയില്ല. ഞാനിപ്പോ വീട്ടില് 2 കാശിന് 3ആയിട്ടായിരിക്കുന്നു. അല്ല, പറഞ്ഞാലിപ്പോ എളുപ്പം നടക്കാൻ പോകുന്നില്ല. അതെന്താ? ചേട്ടത്തി സമ്മതിക്കണ്ടേ? ആരാടി ഇത്ര വലിയ ചേട്ടത്തി? ഇപ്പൊ
ഇപ്പോഴവള് അവള് വിചാരിക്കുന്ന ഇവിടെ നടക്കത്തുള്ളൂ. ഉത്സവത്തിന്റെ കാര്യം തന്നെ നീ കണ്ടില്ലയോ? ഉത്സവം വേറെ ഭാഗം വേറെ. ഭാഗം വെക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ഇടപെടട്ടെ, അപ്പൊ കാണാം. ഒന്ന് പതുക്കെ പറ കൊച്ചേട്ടാ, ഇനി അതെങ്ങാനും കേട്ടാ മതി. കേൾക്കാൻ തന്നെയാണ് ഈ പറയുന്നത്. ഭർത്താവിനെ കുരങ്ങെളിപ്പിക്കുന്നത് എന്നാരും മട്ടുകെട്ടാണെന്നും വരണ്ട. അനിയൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്നെ ആരും പനിക്കാൻ വരണ്ട. അനിയ, ഈ തറവാട് നശിക്കരുതെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. വസ്തു വിറ്റ് ഉത്സവം നടത്തരുതെന്ന് പറഞ്ഞാണോ എന്നോട് ദേഷ്യം? ആണെങ്കിൽ തല്ലുമായിരിക്കും. നീ മിണ്ടായി വേണ്ടേ, വെറുതെ ആട്ട് കൊള്ളാതെ. പിന്നെ കൊറേ ആട്ടും. അനിയ, വീതം വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചേട്ടാനിയന്മാര് തമ്മിൽ യോജിച്ച് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരി ഞാനാണെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ ചേട്ടനോട് പറഞ്ഞാൽ പോരെ? നീ എന്തിനാടി അവനോട് നാക്കിട്ടടിക്കുന്നത്? അമ്മേ, എന്നെ പ്രതി ആരും വിഷമിക്കണ്ട. പാവപ്പെട്ടവരെങ്കിലും എന്റെ വീട്ടിൽ ഒരിക്കലും ഞാനൊരു അധികപ്പറ്റല്ല. അയ്യോ, അത് വേണ്ട, ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. അമ്മ വല്ല അമ്പലനടയിലും പോയിരുന്നോളൂ. ഓ, ഇവരങ്ങ് പോയാ ഇവിടുത്തെ അരി വേഗമില്ലല്ലോ. ശാരദേ, അനിയൻ പറയുന്നത് കാര്യമുണ്ടെന്ന് വെക്കാം. നീ എന്തിനാണ് ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കുന്നത്? എന്റെ വീതത്തിൽ എനിക്ക് ഇനിയും ഇവിടുന്ന് കിട്ടാനുണ്ട്. ഞാനേ ഒഴുകി വന്നതൊന്നുമല്ല. വേണ്ടടി, എല്ലാം കൂടെ അവളങ്ങ് എടുത്തോട്ടെ. ഞാൻ വസ്തു മോഹിച്ച് വന്നവളല്ലമ്മേ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ വെച്ച് കെട്ടരുത്. കേട്ടോ അമ്മേ, അവർ അർത്ഥം വെച്ച് പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അമ്മയും പെങ്ങളെയും പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഈശ്വരനെ മറന്ന് നീ ഇങ്ങനെയൊന്നും പറയരുത്. എന്താണ് ഇവിടെ? എന്താ അമ്മേ? എടാ, നീ ഞങ്ങളെല്ലാം അങ്ങ് കൊന്നേരെ. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല, നിനക്കറിയാമോ? അതങ്ങനെ കുടിക്കുന്ന വെള്ളത്തിലല്ലേ കണിയാരെ കൊണ്ട് കൂടോത്രം ചെയ്യിച്ച് തന്നിരിക്കുന്നത്. പറയുന്നതിനൊപ്പിച്ച് തുള്ളാൻ തന്നെ നടന്നാ പോരാ, പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ കൂടെ പഠിക്കണം. ഇവിടെ തീർന്നോ? ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. എന്താണ്? എനിക്ക് എന്റെ ഓഹരി കിട്ടണം. എന്താ? വസ്തു ന്യായമായി വിധിച്ച് എന്റെ ഓഹരി എനിക്ക് കിട്ടണമെന്ന്. മാധവൻകുട്ടി, അച്ഛൻ സമ്പാദിച്ച മുതലല്ലേ, അത് വീതം വെക്കുന്നതിന് ചേട്ടനുണ്ടായ തരണം. വസ്തു വീതം വെക്കുന്നതിൽ എനിക്ക് ദണ്ണമില്ലടാ. പക്ഷെ ഉടല് രണ്ടാണെങ്കിലും ഉയരൊന്നായിട്ട് കഴിഞ്ഞവരാണ് നമ്മൾ. എന്റെ മുഖത്ത് നോക്കി നീ ഓഹരി ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ വിചാരിച്ചില്ല. അവൻ ഓഹരി ചോദിച്ചതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? അവര് ഒരാണല്ലേ, കാലാകാലം നിന്റെ കീഴിൽ കഴിയണമെന്നാണോ? അമ്മേ, എന്റെ വീതം കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ച വെള്ളം കഴിക്കയില്ല. മാധവൻകുട്ടി, മാധവൻകുട്ടി.